ഇപ്പോൾ ഈ ചർച്ചയിൽ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം പങ്കെടുത്തിരുന്നല്ലോ. അതായത് യമൻ ഭരണത്തിന്റെയും ഒപ്പം തന്നെ മത നേതൃത്വത്തിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട ആളുകൾ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അവർക്ക് ഏകദേശം ആ ഒരു തീരുമാനത്തിലേക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മത നേതൃത്വത്തിന്റെ ഒക്കെ ആ നിലപാട് സനയിലെ ഹൂത്തി വിഭാഗത്തിന്റെ കോടതിയെ സ്വാധീനിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നില്ലേ? അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലതീഷ്, അല്പസമയത്തിനകം കേരളം കാത്തിരിക്കുന്ന ആ വാർത്ത വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് കൊല്ലപ്പെട്ട ഈ തലാലിന്റെ അടുത്ത ബന്ധുവായിരുന്നു ഹുദൈദ സ്റ്റേറ്റ് കോടതിയുടെ ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് ഇബിൻ. ആ മുഹമ്മദ് ഇബിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചർച്ചയിൽ ഭാഗമാക്കായിരുന്നു, അല്ലെങ്കിൽ പങ്കെടുത്തിരുന്നു. അവരുടെ കൂടി ഒരു തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കുടുംബം എന്ത് വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളതായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനം. കുടുംബത്തിലെ ചില എല്ലാ ആളുകളും ഒരേപോലെ നിലപാടെടുക്കണമെന്ന് അല്പസമയം മുമ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ പറയുകയുണ്ടായി. കാരണം കുടുംബത്തിനൊരു ഏകാഭിപ്രായം ഉണ്ടാവുകയാണെങ്കിൽ കുടുംബം ആ കോടതിയുമായി ബന്ധപ്പെട്ട് വരുന്ന കോടതിയിൽ എന്ത് നിലപാടെടുക്കും എന്നതായിരുന്നു പ്രധാനം. കുടുംബം എന്തായാലും ഈ വധശിക്ഷ തൽക്കാലം നീട്ടിവെക്കണം അല്ലെങ്കിൽ മരവിപ്പിക്കണം എന്ന ഒരു ആവശ്യത്തോട് വളരെ അനുകൂലമായ ഒരു സമീപനമാണ് എടുത്തത് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ ലതീഷ, ഇന്നലെ സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈമലർത്തുകയായിരുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടം കൈമലർത്തിയ ഒരിടത്താണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന മതപണ്ഡിതന്റെ ഇടപെടലുകൾ നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസമായി മാറുന്നു. ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടു നിൽക്കുന്നത് ആ മനുഷ്യനോട് കൂടിയാണ്, അദ്ദേഹത്തിന്റെ ആ മാനവികതയുടെ ഇടപെടലിനോട് കൂടിയാണ്. തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മതപരമായ വലിയ പ്രാധാന്യമുള്ള ഒരു രാജ്യത്ത് കൃത്യമായ ഇടപെടലിലൂടെ കാന്തപുരം ഉസ്താദ് നടത്തിയിരിക്കുന്നു എന്നതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയിരിക്കുന്നത്. തീർച്ചയായും കർമ്മശാസ്ത്ര പ്രകാരമാണ് താൻ ഇടപെട്ടത്. അതായത് മതപരമായ ഒരു ഇടപെടലാണ്. കാരണം യമൻ എന്ന് പറയുന്നത് മറ്റൊരു രാജ്യമാണ്. അവിടെ ഉള്ള നിയമങ്ങളിൽ നമുക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. എന്നാൽ ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള ഒരു ഇടപെടൽ നമുക്ക് നടത്താൻ കഴിയും. ആ ഒരു ഇടപെടലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയത്. അതിന് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം പറഞ്ഞത് പണ്ഡിതരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കൊല്ലുന്നതിന് പകരം പ്രായശ്ചിത്തം ചെയ്താൽ മതി എന്നുള്ള ഇസ്ലാം മത വിശ്വാസം, ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ആ നിലയിൽ പുരോഗമിച്ചത്. അതായത് ഇസ്ലാം മതത്തിലുള്ള വിശ്വാസ സംഹിതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുടുംബത്തെ സ്വാധീനിക്കാൻ എത്ര കണ്ട് സാധിക്കും എന്നുള്ള ഒരു നിലയിലുള്ള ഒരു ഇടപെടലായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനനുകൂലമായി ഇപ്പോൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ അതിനനുകൂലമായ ഒരു നിലപാടിലേക്ക് കുടുംബം എത്തിച്ചേർന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കോടതി ഈ വിഷയം പരിഗണിച്ച് അതിൽ വാദങ്ങളും ചർച്ചകളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണോ? നമ്മൾ സംസാരിക്കുന്ന ഈ മിനിറ്റിലും അത് നടന്നുകൊണ്ടിരിക്കുകയാണോ? അത്തരം ആ വിവരമാണ് നമുക്ക് മർക്കസിൽ നിന്നും എന്തായാലും നമുക്ക് ലഭിക്കുന്നത്. അന്തിമ വിധി വന്നിട്ടില്ല എന്ന് തന്നെയാണ് മർക്കസുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. കാരണം കോടതിയാണ്, കോടതിയുടെ വിധി വന്നാൽ മാത്രമേ അത്തരത്തിൽ ഈ വധശിക്ഷ നീട്ടിവെച്ചു അല്ലെങ്കിൽ മരവിപ്പിച്ചു എന്നുള്ള ഒരു നിലയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. പക്ഷേ ആ മത നേതൃത്വത്തിന്റെ സമീപനം കോടതിയുടെ തീരുമാനങ്ങളെ സ്വാഭാവികമായും സ്വാധീനിക്കുമല്ലോ. ഇവിടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചിരിക്കുന്നത് മത നേതൃത്വവുമായിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ കോടതിയുടെ അന്തിമ തീരുമാനം നിമിഷപ്രിയയ്ക്ക് അനുകൂലമായിട്ട് വരും എന്ന ശുഭപ്രതീക്ഷ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ പറ്റുമല്ലോ അല്ലേ? തീർച്ചയായും ആ നിലയിലുള്ള ഒരു ശുഭപ്രതീക്ഷ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. കാരണം കോടതിയാണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. കോടതി വിധി എന്തായാലും വരേണ്ടതുണ്ട്. ഹൂത്തിയുടെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ സനയിലെ കോടതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോടതി വിധി പൂർണ്ണമായും പുറത്തു വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണത്തിൽ മർക്കസ് പോലുള്ള കേന്ദ്രങ്ങൾ തയ്യാറാകൂ എന്നാണ് നമുക്ക് കാന്തപുരവുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നമുക്കും അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അനുകൂലമായ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് മർക്കസിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലതീഷ, ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നിലവിൽ ചർച്ചകൾ നടക്കുന്നത് വധശിക്ഷ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷം വധശിക്ഷ നീട്ടിവെച്ച് വിധി ഉണ്ടായതിനു ശേഷം അത് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിലേക്കും ദയാധനം സ്വീകരിക്കുന്നതുമായി ആ കുടുംബത്തിന്റെ കൂടുതൽ ആശയവിനിമയങ്ങളിലേക്കും പോകും. അങ്ങനെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് ഇന്നലെ മുതൽ ചർച്ചകൾ മുന്നോട്ട് പോയത്. കാരണം നാളെയാണ് 16-ാം തീയതിയാണ് ഈ വധശിക്ഷ, നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ കോടതി തീരുമാനിച്ചത്. അതിനടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ
സൂഫി പണ്ഡിതനുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്. കഴിഞ്ഞ 5 ദിവസത്തെ ഇടപെടലിന്റെ ഫലമായിട്ടാണ് ആ കുടുംബവുമായി സംസാരിക്കാൻ ഒരു സന്ധി സംഭാഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ആദ്യഘട്ടത്തിൽ ഇതിന് അനുകൂലമായി നിലപാടെടുത്തിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഒരു നിലപാട് എന്ന് പറയുന്നത് തൽക്കാലം വധശിക്ഷ നീട്ടിവെക്കുക അല്ലെങ്കിൽ മരവിപ്പിക്കുക, അതിനുശേഷം എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അത് ദയാധനം നൽകിക്കൊണ്ട് ഈ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ആ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ വിജയം ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് കുടുംബത്തിലെ എല്ലാ ആളുകളും ഒരുമിച്ച് ഇരുന്നുകൊണ്ട് നടത്തിയ ചർച്ചയിൽ ഈ തരത്തിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും കോടതിയുടെ മുമ്പാകെ വീണ്ടും ഈ വിഷയം എത്തിയ ഘട്ടത്തിലാണ് കുടുംബം തൽക്കാലം ഈ വധശിക്ഷ നീട്ടിവെക്കാനോ അല്ലെങ്കിൽ മരവിപ്പിക്കാനോ തയ്യാറാണ് എന്നുള്ളൊരു നിലപാട് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇനി